സുന്നി വിഭാഗത്തു നിന്നാണ് ചോദ്യം ചോദിക്കേണ്ടത്. മുജാഹിദ് വിഭാഗത്ത് മറുപടി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സുന്നി വിഭാഗം നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടിയും പറയാതെ മൗലവി സാഹിബ് സാധാരണ മുജാഹിദ് ക്യാമ്പുകളിൽ പറയുന്ന മാറ്റർ ഇങ്ങനെ പ്രസംഗിച്ചു എന്നല്ലാതെ ഇതുവരെയും ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ഒന്നാമത്തേത്, പ്രാർത്ഥന എന്നത് മലയാള പദമാണ്. പ്രാർത്ഥന എന്ന മലയാള പദത്തിന്റെ ഡിക്ഷണറി നോക്കിയാൽ കാണാം, അതിന് അർത്ഥിച്ചു, ചോദിച്ചു, യാചിക്കുക, അപേക്ഷിക്കുക എന്ന ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇതിൽ പ്രാർത്ഥന, യാചന അല്ലെങ്കിൽ അപേക്ഷ, ചോദ്യം ഏത് അർത്ഥം വെക്കുമ്പോഴും ആരാധനയാകുന്നത് എപ്പോഴാണ്, ആവാത്തത് എപ്പോഴാണ്, എല്ലാ അർത്ഥവും കൂടി ആരാധനയുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല നേരത്തെ തന്നെ മൗലവി സമ്മതിച്ചു. അതുകൊണ്ട് ഇത് ആരാധനയാവുന്നത് ഏതാണ് എന്ന് മൗലവി സാഹിബ് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും വ്യക്തമാക്കണം. ഒന്ന്, നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ. രണ്ടാമത്തേത്, ഇബാദത്ത്, ഒരു അർത്ഥന, ഒരു അപേക്ഷ ആരാധനയാവുന്നത് വിനയത്തോടു കൂടി ചോദിക്കുമ്പോഴാണ് എന്ന് മൗലവി സാഹിബ് നേരത്തെ പറഞ്ഞു. അത് വീണ്ടും അദ്ദേഹത്തിന് തിരുത്തി പറയേണ്ടി വന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഭക്ത്യാദരവോടെ ചോദിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഭക്ത്യാദരവോടെ ചോദിക്കുമ്പോഴാണ് അത് ആരാധനയാവുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിയിക്കണം, ഹദീസ് കൊണ്ട് തെളിയിക്കണം, ഇജ്മാ കൊണ്ട് തെളിയിക്കണം, ഖിയാസ് കൊണ്ട് തെളിയിക്കണം. നാലാമത്തെ ചോദ്യം, മക്ക മുശ്രിക്കുകൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച, പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ മക്ക മുശ്രിക്കുകൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ ചോദിച്ചു. വിശ്വാസമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അവസാനമായി സമ്മതിച്ചത് മക്ക മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ വിശ്വാസം ഇല്ലായിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചോദിക്കുന്നു, മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിക്കുന്ന അള്ളാഹു ഏതോ അത് വേറെ ഒന്ന്, മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അള്ളാഹു, ആ സ്വഭാവ ഗുണങ്ങളിലുള്ള അള്ളാഹുവിൽ വിശ്വസിക്കുന്ന സുന്നികളും മക്കയിലെ മുശ്രിക്കുകളും എങ്ങനെയാണ് നിങ്ങൾ ഒരേ തട്ടിൽ കാണുന്നത്? ചോദ്യം 4. ഇനി ഇത് നേരത്തെ ചോദിച്ച ചോദ്യമാണ്, ഒരു മറുപടിയും കിട്ടാത്തത് കൊണ്ട് ആവർത്തിക്കേണ്ടി വരികയാണ്. ഈ ആവർത്തന വിരസത ഈ ആളുകൾക്ക്, ശ്രോതാക്കൾക്ക് അനുഭവപ്പെടുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ മറുപടി കിട്ടാതിരുന്നാൽ ഞങ്ങൾ എന്തു ചെയ്യാനാണ്? 5ാമത്തെ ചോദ്യം ചോദിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി അടിമയും റസൂലുമാണ് എന്ന വിശ്വാസത്തോടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാത്മാക്കളോട്, അമ്പിയാക്കളോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്നതിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് നിങ്ങൾക്ക് ഓതാമോ? എന്താണ് 5ാമത്തെ ചോദ്യം? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി അടിമയും റസൂലുമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരോട് സഹായം അർത്ഥിക്കുന്നത്, സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്നതിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് ഒരായത്ത് കൊണ്ട് തെളിയിക്കാമോ? 5ാമത്തെ ചോദ്യം. പുതിയ 6ാമത്തെ ചോദ്യം ഒന്നുകൂടി ചോദിക്കുന്നു, ഷിർക്കാണ് ഇസ്തിഗാസ എന്ന് നിങ്ങൾ പറഞ്ഞു. ഷിർക്കിന്റെ നിർവചനം ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തെളിയിക്കണം, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തെളിയിക്കണം. ഈ 6 ചോദ്യങ്ങൾ നേരത്തെ ചോദിച്ച 4 ചോദ്യത്തിന് ഞങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ല. പുറമെ പുതിയ 2 ചോദ്യവും കൂടി ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയണം. നിങ്ങൾ ആദ്യം വിഷയാവതരണത്തിൽ പറഞ്ഞത് മക്കയിലെ മുശ്രിക്കുകളുടെ അതേ വിശ്വാസമാണ് സുന്നികൾക്കുള്ളത് എന്നായിരുന്നു നിങ്ങൾ ആദ്യം പറഞ്ഞിരുന്നത്. പിന്നെ ഞങ്ങൾ ചോദിച്ച് അമാനി മൗലവിയുടെയും ഉമർ മൗലവിയുടെയും വിശുദ്ധ ഖുർആനിന്റെയും ഒക്കെ ആയത്ത് ഓതിയപ്പോ പിന്നെ രണ്ടാമത് ഉത്തരം പറഞ്ഞ മറുപടി പറഞ്ഞു, അങ്ങനെയല്ല, അത് മുഹമ്മദ് നബി പഠിപ്പിച്ച അള്ളാഹുവിലല്ല എന്ന് മാറ്റി പറയേണ്ടി വന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ചർച്ച അങ്ങനെ മുന്നോട്ട് പോകുമ്പോ, മുഖാമുഖം ഇരുന്ന് നിങ്ങളുടെ തട്ടിപ്പൊക്കെ കൈയോടെ പിടികൂടുമ്പോ മുഴുവനും നിങ്ങൾ സമ്മതിക്കും. മുഹമ്മദ് നബി പഠിപ്പിച്ച അള്ളാഹുവിൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് വിശ്വാസമില്ല എന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ. സുന്നികൾ വിശ്വസിക്കുന്നതോ മുഹമ്മദ് നബി പഠിപ്പിച്ച അള്ളാഹുവിലുമാണ്. രണ്ടും വ്യത്യാസമുണ്ട്. തട്ടിപ്പ് നടത്തിയത് നിങ്ങളാണെന്ന് ഞങ്ങൾ ആദ്യം തെളിയിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞത് അവിടെ തന്നെ പിടികൂടി. അവിടെ തെസ്ഫഉ എന്ന് പറഞ്ഞാൽ എന്താ?
ശഫായത്ത് നടത്തിയാൽ ഞങ്ങളെ സമിതിയത്ത് പൊളിഞ്ഞത്. അപ്പൊ നിങ്ങൾ ഒന്നാമത്തെ തെളിവ് തന്നെ തട്ടിപ്പ് നടത്തി, അത് ഞങ്ങൾ തൊണ്ടി സഹിതം പിടികൂടി തൊട്ടപ്പുറത്ത് വായിച്ചു തരും ചെയ്തു. അതുകൊണ്ട് തട്ടിപ്പിന്റെ വർത്താനം പറയണ്ട. ഞാൻ 6ാമത്തെ ചോദ്യത്തിന് അങ്ങോട്ടാ പോകുന്നത്. എന്നാ പിന്നെ അത് പറഞ്ഞു വരില്ലോ. ആദ്യത്തെ 3 ചോദ്യം വിശദീകരിച്ച് കഴിഞ്ഞതാണ്. എങ്കിലും 6ാമത്തെ ചോദ്യം ശിർക്കിന്റെ നിർവചനം എന്താണ് എന്നാണ്. റാജി തന്നെ പറയുന്നു, അള്ളാഹു അല്ലാത്തവർക്ക് ആരാധ്യത വകവെച്ചു കൊടുക്കലാണ് ശിർക്ക്. അത് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇബാദത്താകുന്ന ദുആ നിങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നുണ്ട്, അപ്പൊ നിങ്ങൾ ശിർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് റാജിയുടെ നിർവചനം അനുസരിച്ച് തന്നെ നിങ്ങൾ ചെയ്യുന്ന ശിർക്കാണ്. പിന്നെ നിങ്ങൾ രാവിലെ പറഞ്ഞല്ലോ, നിങ്ങൾ തന്നെ ഇതല്ലോ ഇസ്ബാത്ത് ശരീക്ക് നിങ്ങൾ വകവെച്ചു കൊടുക്കുന്നുണ്ട്. വിളിച്ചാൽ കേൾക്കും, ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തോടെയാണ് നിങ്ങൾ ഈ അമ്പിയാക്കളെ ഔലിയാക്കളെയൊക്കെ വിളിച്ചു വരുന്നത്. അല്ലെങ്കിൽ വെറും പണിയല്ലേ? കേൾക്കോ? കേൾക്കും. ഉത്തരം ചെയ്യോ? ഉത്തരം ചെയ്യും. അപ്പൊ അത് തന്നെയാണ് ഇസ്തിഹഖാഖുൽ ഇബാദ എന്ന് പറഞ്ഞാൽ. ഇബാദത്തിനുള്ള അർഹത, ദുആ ഇബാദത്താകുന്ന ദുആ അത് അമ്പിയാക്കളോട് നടത്തിയാലും ഔലിയാക്കളോട് നടത്തിയാലും അവർ കേൾക്കും, അവർ ഉത്തരം ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ നിർവചനം അനുസരിച്ചും ഞങ്ങളുടെ നിർവചനം അനുസരിച്ചും ഇന്ന് നിങ്ങൾ സമുദായത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ശുദ്ധ ശിർക്കാണ്. മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്താനാണ് ഞങ്ങൾ ഇതൊക്കെ പറയുന്നത്. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരാള് അടിമയും റസൂലുമാണ് താൻ എന്ന വിശ്വാസത്തോടു കൂടി അമ്പിയാക്കളോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാകുമോ എന്നാണ് മൂപ്പരുടെ മറ്റൊരു ചോദ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചാൽ പിന്നെ അവർക്ക് ശിർക്ക് സംഭവിക്കൂല എന്നൊരു ഗ്യാരണ്ടി ഒന്നും വിശുദ്ധ ഖുർആനിന്നോ ഹദീസിന്നോ കിട്ടുകയില്ല. വ്യക്തമായിട്ട് തന്നെ ഈ ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് വെറുതെ നിങ്ങൾ ഇഷ്കാലുണ്ടാക്കേണ്ട പ്രശ്നമല്ല. പിന്നെ റസൂലാണെന്ന് വിശ്വസിച്ചു, അല്ലെങ്കിൽ അടിമയാണെന്ന് വിശ്വസിച്ചു, അടിമയും റസൂലുമാണെന്ന് വിശ്വസിച്ചിട്ടും ഇന്നൊരാൾ റസൂലിനെ വിളിച്ച് തേടുകയാണെങ്കിൽ അത് ശിർക്കാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരൊക്കെ അടിമകളാണെന്ന് തന്നെ, അള്ളാന്റെ റസൂലുകളാണ്, പക്ഷെ അവർക്ക് സഹായിക്കാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് മക്കാംശിക്ക് വിളിച്ച് പ്രാർത്ഥിച്ച്. അത് ശിർക്കാണെന്ന് പരിശുദ്ധ ഖുർആൻ തീർത്ത് പറഞ്ഞു. ഈസാ നബിയെയും ഉസൈർ നബിയെയും വിളിച്ച് പ്രാർത്ഥിച്ചെന്നവരെ പറഞ്ഞിച്ച് നിങ്ങൾ ആരാധ്യരെന്ന് പറയുന്നവരോട് നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ, പ്രാർത്ഥിച്ചു നോക്കൂ, നിങ്ങളുടെ ഉപദ്രവം നീക്കി തരാൻ അവർക്ക് കഴിയില്ല എന്ന് ഖുർആൻ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം വേറെ മാറ്റാനും കൂടി കഴിയില്ല. ഉലൈകല്ലദീന യദ്ഊന, അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മഹാന്മാർ, യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖറബ്, അവരിൽ ഏറ്റവും അടുത്തവർ തന്നെ അല്ലാഹുവിലേക്ക് സാമീപ്യം തേടിക്കൊണ്ടിരിക്കുന്നവരും, വയർജൂന റഹ്മത്തു, അവന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരും അവന്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരുമാണ്. അപ്പൊ ഈസാ നബിയോ ഉസൈർ നബിയോ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഖുർആൻ ഇത് പറഞ്ഞത്. മാത്രമല്ല നേരത്തെ ഞങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. നിങ്ങൾ അവരെ വിളിച്ചു തേടിയാൽ അവർ വിളി കേൾക്കുന്നതല്ല, കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഉത്തരം ചെയ്യുന്നതല്ല. ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്യുന്ന ശിർക്ക് അവർ നിഷേധിക്കുകയും ചെയ്യുമെന്ന സൂറത്തുൽ ഫാത്തിർ ആയത്ത്. ആ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ 5ാമത്തെ ചോദ്യം ഉണ്ടല്ലോ, അത് ഏത് വിശ്വാസത്തോടെയായിരുന്നാലും ശരി അത് ശിർക്കാകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ വിശ്വാസമില്ല എന്ന് സമ്മതിച്ചു എന്നാണ്. അള്ളാഹുവിൽ വിശ്വാസമില്ല എന്ന് മക്കാ മുശ്രിക്കുകളെ സംബന്ധിച്ച് ഞങ്ങൾ എവിടെയും സമ്മതിച്ചിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ രൂപത്തിൽ ആ വിശദാംശങ്ങളോടെ മക്കാ മുശ്രിക്കുകൾ മനസ്സിലാക്കിയിരുന്നില്ല. അത് ഞാൻ ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്കും അള്ളാഹു വിശ്വാസത്തെ പറ്റി പല തകരാറുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളത് പല സ്റ്റേജുകളിൽ വെച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ അവർക്ക് ചില തകരാറുകൾ സംഭവിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് തൗഹീദ് പഠിപ്പിച്ചതും അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടി വന്ന അതുകൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ വിശ്വസിച്ച് പരമാധികാരിയായ ലോകത്തിന്റെ സൃഷ്ടാവായ അവരെയും അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അമ്പിയാ ഔലിയാക്കളൊക്കെ സൃഷ്ടാവായ അള്ളാഹുവിനെ, പരമാധികാരിയായ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിരുന്നു. ഇന്ന് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുന്ന വിശദാംശങ്ങൾ അവർക്ക് അറിയില്ലായിരുന്നു എന്ന് മാത്രം. പിന്നെ 3ാമത്തെ ചോദ്യം മൂപ്പരത് വിനയത്തോടു കൂടി ചോദിച്ചാലാണ് ശിർക്കാവുക എന്ന് പറഞ്ഞല്ലോ. അത് മൗലവി പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ല, ബാജൂരി എന്നാണ് ഞാൻ വായിച്ചത്. മനസ്സിലായില്ലേ? അലാ സബീലി തളർറുഇ എന്നത് എന്റെ വാചകമല്ല, ശൈഖുൽ ഇസ്ലാം എന്ന് നിങ്ങൾ പറയുന്ന ബൈജൂരിയുടെ വാചകമാണ്. അത് അഹ്ലുസുന്നത്തിന്റെ, അതായത് മുസ്ലിം ലോകത്തിന്റെ നിർവചനാണെന്നാ പറഞ്ഞു. പിന്നെ എന്തിനാ എന്റെ പേരിൽ വെച്ച് കെട്ടുന്നത്? മുസ്ലിം ലോകത്തിന്റെ നിർവചനമുണ്ടോ എന്ന് നിങ്ങൾ പലവട്ടം ചോദിച്ചപ്പോ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു നിർവചനത്തിന്റെ ആവശ്യമില്ല, എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം. അത് നിങ്ങൾ പരിഹസിച്ചു. അപ്പൊ ഞാനത് എടുത്ത് വായിച്ചു. അതിനെ സംബന്ധിച്ച് പിന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ബൈജൂരി പറഞ്ഞതാണ് ഞാൻ വായിച്ചത്, എന്റെ വക വായിച്ചതല്ല. ബൈജൂരി എന്താ പറഞ്ഞത്? വിനയത്തോടു കൂടി ഒരു കാര്യം അർത്ഥിക്കലാണ്. ഞാൻ ചോദിച്ച 6 ചോദ്യങ്ങളിൽ നിന്ന് 4 ചോദ്യത്തിന് മറുപടി പറയാതെ മൗലവി
ആറാമത്തെ ചോദ്യത്തിനാണ് ആദ്യമായി മറുപടി പറഞ്ഞത് എന്ന് മൗലവി തന്നെ സമ്മതിച്ചു. എന്താ ആറാമത്തെ ചോദ്യം പറഞ്ഞത്? ശിർക്ക് എന്ന് പറഞ്ഞത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ തെളിയിക്കണം എന്നായിരുന്നു എന്റെ ചോദ്യം.